മമ്മൂക്ക അല്പം മുമ്പ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെയെങ്കിലും നിർബന്ധിച്ച് പ്രചരണത്തിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിച്ചാൽ അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റും. തൻ്റെ ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ സന്തത സഹചാരി എന്നൊക്കെ പറയുന്ന രീതിയിൽ രമേശ് പിഷാരടി പാലക്കാട്ട് മത്സരിക്കാൻ എത്തുമ്പോൾ അവിടേക്ക് മമ്മൂട്ടിയെ തന്നെ ഇറക്കിക്കൊണ്ട് പ്രചരണ രംഗം കളറാക്കാനാണ് പിഷാരടിയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്കിവിടെ വലിയ ഒരു അതിശയം തോന്നിയ കാര്യം, പലരും പിഷാരടി തോക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, പലരും എന്ന് പറയുന്നത് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ അന്തം കമ്മി അടിമകളെയാണ്. അന്തം കമ്മി അടിമകള് പിഷാരടി തോക്കണം, പിഷാരടി തോക്കും എന്ന് പറയുമ്പോൾ കൈരളി ടിവിയുടെ ചെയർമാനായിട്ടുള്ള മമ്മൂട്ടി വിജയാശംസകൾ നേരുന്നു. പോയി വിജയിച്ച് കയറി വാട മക്കളെ എന്ന് പിഷാരടിയോട് ആര് പറയുന്നു? മമ്മൂട്ടി പറയുന്നു. സാക്ഷാൽ മമ്മൂട്ടി. ഏത് മമ്മൂട്ടി? കൈരളി ടിവിയുടെ ചെയർമാനായിട്ടുള്ള നല്ല ഒന്നാം തരം ഇടതുപക്ഷക്കാരനായിട്ടുള്ള മമ്മൂട്ടി എന്ത് പറയുന്നു? പോയി വിജയിച്ച് കയറി വാട മക്കളെ എന്ന് ആരാ പറയുന്നത്? മമ്മൂട്ടി പറയുന്നു അല്ലേ? അവിടെയാണ് അന്തം കമ്മി അടിമകളുടെ ഒരു ഗതികേട് ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെപ്പോ പിഷാരടി ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പിഷാരടി തൻ്റെ ഫേസ്ബുക്കിലൂടെ തൻ്റെ സ്ഥാനാർത്ഥിത്വം വിശദീകരിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് താഴെ എന്താണ് അന്തം കമ്മി അടിമകൾ പറയുന്നത്? പിഷാരടി തോൽക്കും, BJP വിജയിക്കും, പിഷാരടി തോൽക്കും, BJP വിജയിക്കും. ഇതൊക്കെയാണ് അന്തം കമ്മി അടിമകൾ പറയുന്നത്. ആ അന്തം കമ്മി അടിമകൾ അങ്ങനെ പറയുമ്പോൾ അവരുടെ തലതൊട്ടപ്പനായിട്ടുള്ള PR വർക്കിന് വേണ്ടിയിട്ട് മമ്മൂട്ടിയെ ഉപയോഗിക്കുന്ന ആ PR വർക്ക് ഉപകരണമായിട്ടുള്ള മമ്മൂട്ടി തന്നെ പറയുന്നു എന്ത്? പിഷാരടി നീ പോയി വിജയിച്ചിട്ട് വാടാ എന്ന്. അപ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രം ഒന്നങ്ങോട്ട് തെളിയുകയാണെന്ന് മാത്രമല്ല, പാലക്കാട്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ പിഷാരടി അതിനെ പ്രചരണത്തെ ഒന്നുകൂടി കളറാക്കാൻ മമ്മൂട്ടിയെ തന്നെ ഇറക്കുകയാണ് പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ അതിൻ്റെ ഇടയിൽ ഭയങ്കര പേടിയാ, അല്ലെങ്കിൽ അതൊരു വലിയ പറഞ്ഞാൽ എന്താകുമെന്നുള്ള ഒരു ആശങ്കയാണ്. ആ ആശങ്കയിൽ ചില ആളുകൾ എങ്ങനെയാണ് പറയുന്നത്? പിഷാരടി തോക്കും. കാരണം എന്താ? കാരണം ഞാൻ രാഹുൽ മാങ്കൂട്ടം ഫാനാണ്. അതൊരു ടാക്റ്റിക്കൽ ഐഡിയ എന്ന്, ഒരു തന്ത്രപരമായ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന രീതിയിൽ പിഷാരടിയെ തെറി വിളിക്കുക, സതീശനെ തെറി വിളിക്കുക, കോൺഗ്രസിനെ തെറി വിളിക്കുക. പക്ഷെ ഇതൊക്കെ ആരാ? നല്ല ഒന്നാം തരം അന്തം കമ്മി അടിമകൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, അന്തം കമ്മി അടിമകൾ ഇങ്ങനെ പിഷാരടിയുടെ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തയുടെ കമൻറ്റ് ബോക്സിലും ഒക്കെ നിരന്തരമായിട്ട് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടം ഫാനാണ്, ആ അർത്ഥത്തിൽ ഞങ്ങൾ പിഷാരടിയെ തോൽപ്പിക്കും എന്നൊക്കെയാണ് ആര് പറയുന്നത്? ഈ അന്തം കമ്മി അടിമകളുടെ പറയുന്നത്. എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം ഫാനാണോ? അല്ല. ഇവർ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയെങ്കിലും അയാളെ തൂക്കിക്കൊല്ലണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. അതുകൊണ്ടാണല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന ആളുകൾ എന്തൊക്കെ പറയുന്നുണ്ടാവും? പിഷാരടി തോക്കണം, സതീശൻ തോക്കണം, എന്നിട്ട് BJP ജയിക്കണം, എന്നിട്ട് പിണറായി വിജയൻ ജയിക്കണം, ഇതൊക്കെയാണ് ഇവർ പറയുന്നുണ്ടാകുക. ഈ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ? ഇപ്പം നമ്മൾ ഒരാളെ പിന്തുണക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ സ്നേഹമാണ് എന്ന് കരുതുക. അപ്പോൾ നമുക്ക് ആരുടെ അഭിപ്രായം ഉണ്ടാകുക?
നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത്, നമ്മൾ ആരെയാണോ പിന്തുണക്കുന്നത്, ആ വ്യക്തിയുടെ അഭിപ്രായമാണല്ലോ നമുക്കുണ്ടാവുക, അല്ലേ? എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് അയാളുടെ അഭിപ്രായം? അയാൾ സ്വതന്ത്രനായി മത്സരിക്കണമെന്ന് അയാൾക്ക് താല്പര്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന പാർട്ടിയെ വെല്ലുവിളിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അതില്ല. പാർട്ടി അയാളെ പുറത്താക്കി, അതുകൊണ്ട് ഇനി പാർട്ടിയെ ആക്രമിക്കാം, പാർട്ടിയെ തെറി വിളിക്കാം എന്ന് അയാൾ കരുതുന്നുണ്ടോ? ഇല്ല, അല്ലേ? ഇപ്പോഴും പാർട്ടി മാത്രം നിറയെ, മനസ്സ് നിറയെ, ജീവിതം നിറയെ, ജീവിതം അത്രയും ഒരു യഥാർത്ഥ പാർട്ടിക്കാരനായിട്ട് നിലകൊള്ളാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ ഒപ്പീനിയനും രാഹുലിൻ്റെ ഒപ്പീനിയനും വെച്ച് നോക്കുമ്പോൾ ഒരു രീതിയിലും മാച്ചിങ് ആവുന്നില്ല. അങ്ങനെ ഒരു രീതിയിലും മാച്ചിങ് ആവാത്ത ഈ ഒപ്പീനിയനുകളുള്ള ആൾ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ ഒരാളെ, ഇപ്പം ഞാൻ ആരോ ആയിക്കോട്ടെ, സിനിമാ നടനാവട്ടെ, രാഷ്ട്രീയക്കാരനാവട്ടെ, പൊളിറ്റിക്കൽ ലീഡർ ആവട്ടെ, ആരോ ആവട്ടെ, ഇപ്പോൾ അയാളെ നമ്മൾ പിന്തുണക്കുന്ന പറഞ്ഞാൽ അയാളുടെ അഭിപ്രായത്തോട് നമുക്ക് പിന്തുണ ഉണ്ടാവണം, അല്ലേ? ഇപ്പം അയാൾ 100 അഭിപ്രായം പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിനെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് അത് അവൻ്റെ അഭിപ്രായമാണെന്ന് കരുതരുത്, അത് അവൻ എന്നിട്ടും പിന്തുണയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അയാൾ 100 അഭിപ്രായം പറയുമ്പോൾ ആ 100 അഭിപ്രായത്തിനും എതിരായ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അയാളെ പിന്തുണക്കുന്ന വ്യക്തിയാകും? എങ്ങനെ അയാളെ സ്നേഹിക്കുന്ന വ്യക്തിയാകും? അതാണ് എൻ്റെ ചോദ്യം. സിമ്പിളല്ലേ? ഇപ്പോൾ പലരും പറയുന്നത് കേൾക്കുക, ഞങ്ങൾ രാഹുലിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് രാഹുലിനെ ഭയങ്കര സ്നേഹ, എന്നാലോ അതുകൊണ്ട് രാഹുൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ BJP വോട്ട് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാഹുൽ കൊന്നാ BJP വോട്ട് ചെയ്യുമോ? രാഹുൽ കൊന്നാ BJPയിലേക്ക് പോകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചെയ്യുമോ? അപ്പോൾ അങ്ങനത്തെ ആൾ രാഹുലിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ രാഹുൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ BJP വോട്ട്, ഞങ്ങൾ വോട്ട് ചെയ്യില്ല, ആർക്കും വോട്ട് ചെയ്യില്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഞങ്ങൾ BJP വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇനി രാഹുൽ പറയാണ് ഞാൻ പാർട്ടിയാണ്, എന്നെ പാർട്ടി പുറത്താക്കിയാലും പാർട്ടിയാണ്, പാർട്ടി തീരുമാനിക്കും, ജീവിതകാലം മൊത്തം പാർട്ടിക്ക് പുറത്ത് നിൽക്കാനാണ് പാർട്ടി എന്നോട് പറയുന്നതെങ്കിൽ അങ്ങനെ, അതല്ലാതെ പാർട്ടിയെ ധിക്കരിക്കാനോ പാർട്ടിയെ വെല്ലുവിളിക്കാനോ സ്വതന്ത്രനായി മത്സരിക്കാനോ വിമതനാകാനോ ഒന്നിനും താനില്ല എന്ന് രാഹുൽ പറയുമ്പോൾ ഈ സ്നേഹിക്കുന്ന ആളുകൾ എന്താ പറയുന്നത്? രാഹുലെ നീ സ്വതന്ത്രനാകണം. എന്തിനാ? അപ്പം ഞാനതാ പറയുന്നത്, രാഹുൽ പറയുന്ന 100 അഭിപ്രായത്തിനോടും യോജിക്കാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്നു, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നു എന്ന് പറയാൻ കഴിയുക? അതാണ് എനിക്കറിയേണ്ടത്, അതാണ് മനസ്സിലാകേണ്ടതും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പിഷാരടി തോക്കും എന്ന് പറയുന്ന ആളുകൾ, അന്തംകമ്മി അടിമകൾ, ഇവരുടെ തലതൊട്ടപ്പന്മാർ എന്താ പറയുന്നത്? മോനെ പിഷാരടി, നീ പോയി വിജയിച്ചിട്ട് വാ. അപ്പോൾ മമ്മൂട്ടിക്ക് പിഷാരടി എന്ന് പറയുന്നത് കൈരളി TV ചെയർമാൻഷിപ്പ്, ആ കസേരയോടുണ്ടാവുന്ന സ്നേഹത്തേക്കാൾ വലിയ സ്നേഹമാണ് മമ്മൂട്ടിക്ക് പിഷാരടിയോട്. പിഷാരടിക്ക് തിരിച്ചു അങ്ങോട്ടും അങ്ങനെ തന്നെ സ്വാഭാവികമായിട്ടും. അപ്പോൾ അവിടെ മമ്മൂട്ടിക്ക് കൈരളിയുടെ ചെയർമാൻ കസേര ഒന്നല്ല, മമ്മൂട്ടിനെ കൈരളിയുടെ ചെയർമാൻ കസേരയിൽ നിന്ന് പുറത്താക്കുമോ? അയാൾ മരിച്ചിട്ടല്ലാതെ പുറത്താക്കൂല. കാരണം എന്താ? അതുപോലെ മറ്റൊരാളെ കിട്ടാനില്ല ആ സ്ഥാനത്തേക്ക്. ആരെ കിട്ടാനുള്ളത്? ഒരാളെ കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പോൾ സിനിമാ രംഗത്തുള്ള ഒരാളാണെങ്കിൽ മമ്മൂട്ടിയെ കവച്ചു വെക്കുന്ന ഒരാൾ വേണം, ഉണ്ടോ? ഇല്ല. ഇനി മറ്റുള്ള ഏതെങ്കിലും രംഗത്താണെന്നാണെങ്കിൽ അങ്ങനെയുള്ള മമ്മൂട്ടിയോളം പ്രാധാന്യമുള്ള ഒരാൾ ആ കൈരളിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് പോവോ? അത് ചെയ്യൂല. അപ്പോൾ മമ്മൂട്ടിയെ പുറത്താക്കൂല. അപ്പോൾ പക്ഷേ മമ്മൂട്ടിക്ക് കൈരളിയുടെ ചെയർമാൻ കസേരയോടുള്ള സ്നേഹത്തെക്കാളും വലുതാണ് പിഷാരടി. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി പാലക്കാട് വരും, പിഷാരടിക്ക് വേണ്ടി വരും, വോട്ട് ചോദിക്കൂ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അന്തംകമ്മികളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയായിരിക്കില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വാഭാവികമായിട്ടും. അപ്പോൾ പറഞ്ഞു വരുന്നത്, പിഷാരടി തീരുമാനിച്ചു കഴിഞ്ഞു, രണ്ടും കൽപ്പിച്ചാണ് പിഷാരടി ഇറങ്ങുന്നത്. കളറാക്കേണ്ടത് കളറാക്കിക്കൊണ്ട് തന്നെ, പ്രചരണത്തെ കൊഴിപ്പിച്ചുകൊണ്ട് തന്നെ പാലക്കാട് ഈ പറയുന്ന പാലക്കാടിനെ
നിലനിർത്തുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പിഷാരടി പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുടർച്ചക്കാരനാവുവാൻ, രാഹുൽ മാങ്കൂട്ടം തുടങ്ങി വെച്ച കാര്യങ്ങൾക്കുള്ള പൂർത്തീകരണം ഉണ്ടാക്കുവാൻ. കാരണം അയാൾക്ക് 5 വർഷം കിട്ടിയിട്ടില്ല, അയാൾക്ക് ആകെ ലഭിച്ചിരിക്കുന്നത് 1.5 വർഷം. ആ 1.5 വർഷത്തിൽ അയാൾ പകുതിയിലേറെ ഒരു 70-75% പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ ചിലതൊക്കെ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ളതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ പൂർത്തീകരിക്കുന്ന പിന്തുടർച്ചക്കാരൻ കൂടിയായിരിക്കും താനെന്ന് പിഷാരടി പറയുമ്പോൾ, ആ പിഷാരടിയുടെ പ്രചരണങ്ങൾ കളറാക്കാൻ വേണ്ടി മമ്മൂട്ടിയെ ഇറക്കുമ്പോൾ രണ്ടും കൽപ്പിച്ചാണല്ലോ പിഷാരടി ഇറങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കമുണ്ടാ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക ഇതൊക്കെ കേൾക്കുമ്പോഴേ. അത് മാത്രവുമല്ല, ഇപ്പം ഈ മമ്മൂട്ടിയുടെ കാര്യം ചോദിച്ചത് തന്നെ കൈരളിയുടെ റിപ്പോർട്ടറാണ്. അവനിക്ക് ഇരുന്നിട്ടൊരു സുഖം കിട്ടുന്നില്ലെന്നേ, വല്ലാത്ത മൂലം കടച്ചിലാണ്, വല്ലാത്ത കുരു പൊട്ടുക. അപ്പോൾ കാരണം മമ്മൂട്ടിയും പിഷാരടിയും തമ്മിലുള്ള ബന്ധം അത്രത്തോളം ഉണ്ട് എന്ന് അവനും അറിയാം, കേരളത്തിന് എല്ലാവർക്കും അറിയാം. അപ്പം മമ്മൂട്ടി എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അവിടെ എന്നാലും എന്തെങ്കിലും ഇതിനൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി എങ്ങനെയെങ്കിലും വരുന്നത് തടയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ കൈരളിക്കാരൻ അറിയില്ലല്ലോ, മമ്മൂട്ടിക്ക് കൈരളിയുടെ ചെയർമാൻ സ്ഥാനമാണോ വലുത് അതല്ല പിഷാരടിയാണോ വലുത് എന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിഷാരടി തന്നെയാണ് വലുത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഈ പറയുന്ന കൈരളിക്കാരൻ്റെ കുത്തിത്തിരിപ്പാണ് നിങ്ങൾ കണ്ടത്. എന്തായാലും ആ ചോദിച്ചത് നന്നായി. എന്തായാലും പിഷാരടി മമ്മൂട്ടിയെ ഇറക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് തർക്കമില്ലാതെയായിട്ടുണ്ട്. അപ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് അങ്ങനെ ചർച്ചയാവുകയാണ്, കളറാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭാവം രമേശ് പിഷാരടിയുടെ നികത്തുമ്പോൾ അതിനെ ഒന്നുകൂടി കളറാക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയെ പോലെയുള്ള ആളുകൾ കൂടി ആ വേദികളിലേക്ക് എത്തുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂട് അതിശക്തമായി ഫീലാവുന്നുണ്ട്.